അടിസ്ഥാനപരമായി രാഷ്ട്രത്തിനു വേണ്ടിയിട്ടുള്ള ഒരു പണിയാണ്. വ്യത്യസ്തമായ വീക്ഷണങ്ങൾ ഉണ്ടാകാം, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും നിലപാടുകളും പരിപാടികളും ഉണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഈ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയാണ്. അങ്ങനെയെങ്കിൽ രാഷ്ട്രത്തിൻ്റെ താല്പര്യം എന്താണ്? ആ താല്പര്യത്തിന് അനുസൃതമാവണ്ണം നിൽക്കേണ്ടുന്ന രാഷ്ട്രീയ കക്ഷികൾ ആരായാലും അവിടെ നിന്ന് വ്യതിചലിച്ചു പോവുകയും നാടും നാടിൻ്റെ താല്പര്യങ്ങളും അപകടപ്പെട്ടു പോകുകയും ചെയ്യുന്ന ഗുരുതരമായ പ്രതിസന്ധി നാട്ടിലുണ്ടാക്കുകയാണ് സമീപകാലത്ത് കേരളത്തിൽ കണ്ടുവന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ രാഷ്ട്രീയത്തിൻ്റെ രീതി എന്നതാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ചർച്ച ചെയ്യേണ്ടി വരുന്നതിലേക്ക് കേരളം എത്തിയിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ടെലിവിഷനിൽ ഞാൻ ഇന്നലെ ഒരു യാത്ര കഴിഞ്ഞ് വരികയാണ്. നാട്ടിലെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ദൂരെ നിന്ന് ചാനലുകൾ തുറക്കുമ്പോൾ അതിൽ കാണുന്നത് മുഴുവൻ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങളല്ല, ആ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച്, നേതാക്കളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ്. ഏതു തരത്തിലേക്കാണ് നമ്മളുടെ നാട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഏറ്റവും രക്തപങ്കിലമായിട്ടുള്ള ഒരു ചരിത്രം ഇന്ത്യക്കുണ്ട്. അത് അതിൻ്റെ രാഷ്ട്രപിതാവിൽ നിന്നുണ്ടായതാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷത്തിമർപ്പുകളിൽ ഓഗസ്റ്റ് 15 രാത്രിയിൽ ഇങ്ങനെ തിമർത്ത് കളിക്കുമ്പോൾ ഡൽഹിയിൽ ഒരാളുടെ അസാന്നിധ്യം വളരെ ശ്രദ്ധേയമായിരുന്നു. ഗാന്ധിജിയുടെ അസാന്നിധ്യമായിരുന്നു അത്. നവഖാലിയിൽ നഗ്നപാതനായി മനുഷ്യരെ കൊല്ലുന്നവരുടെ മുമ്പിൽ അരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നടന്നിരുന്ന ഗാന്ധിജി. ഇന്ത്യയുടെ ജനാധിപത്യം തുടങ്ങുന്നത് അത് പറഞ്ഞ ഗാന്ധിജിയുടെ പിരിമാറിലേക്ക് വെടിയുണ്ട പായിച്ചുകൊണ്ടാണ്. RSS ഇന്ത്യയിലെ ഫാഷിസ്റ്റ് സംഘടനയായി മാറുന്നത് പ്രായോഗികമായി അവരങ്ങനെ മാറി തുടങ്ങിയത് അന്നാണ്. ആ ചോര വീഴ്ത്തലുകൾ അവസാനിക്കണം എന്നതാണ് ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്നത്. ആ ചോരച്ചാലുകളല്ല ഇന്ത്യക്ക് വേണ്ടത് എന്നതാണ് ഇന്ത്യയിലെ രാഷ്ട്രത്തിനു വേണ്ടി പണിയെടുത്ത മുഴുവരുടെയും സ്വപ്നം എന്ന് പറയുന്നത്. എന്നാൽ പോകുന്നത് എങ്ങോട്ടാണ്? എവിടേക്കാണ്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. എത്ര ഭീകരമായി 65 വർഷം കഴിഞ്ഞിട്ടും മലയാളികൾ ജനാധിപത്യം പഠിച്ചിട്ടില്ല എന്ന് വന്നാൽ, 65 വർഷം കൊണ്ട് ഈ രാജ്യത്തിലെ ജനാധിപത്യം എന്തെന്ന് പഠിക്കാൻ ഇവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് വന്നാൽ, ജനാധിപത്യത്തിന് ഏറ്റവും അൺഫിറ്റായിട്ടുള്ള, ഒരു തരത്തിലും ജനാധിപത്യത്തിന് യോജിക്കില്ല തങ്ങൾ എന്ന് തെളിയിക്കുകയാണ് CPM എന്ന രാഷ്ട്രീയ പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ കാണിച്ചിട്ടുള്ളത്. ചന്ദ്രശേഖരന്റെ വധം വന്നപ്പോ എല്ലാവരും, ഞങ്ങളടക്കം പറഞ്ഞ ഒരു കാര്യമുണ്ട്. യഥാർത്ഥത്തിൽ കേരളത്തിലെ പോലീസ്, കേരളത്തിലെ അന്വേഷണ സംഘം, ഇന്ത്യയിലെ അന്വേഷണ സംഘങ്ങൾ, പോലീസുകാർ യഥാർത്ഥത്തിൽ ഇവിടുത്തെ പ്രതികളെ പിടിക്കുന്നില്ല. ഇത് കുറെ കാലമായി തുടരുകയാണ്. ചന്ദ്രശേഖരന്റെ വധം വരും, ഓരോ വധങ്ങൾ വരുമ്പോൾ അതിന്റെ പ്രാധാന്യത്തിനനുസരിച്ച് മീഡിയകളും രാജ്യത്തിന്റെ ശ്രദ്ധയും അങ്ങനെ അങ്ങ് പോകും. എന്നാൽ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരുപാട് നാളുകളുണ്ട് നമ്മുടെ നിയമവ്യവസ്ഥക്ക്. നാട്ടിലെ കൊലയാളികളുടെ പ്രതീക്ഷ അതാണ്, നാട്ടിലെ അക്രമകാരികളുടെ പ്രതീക്ഷ അതാണ്. എന്താണത്? മീഡിയകൾക്ക് പുതിയ വാർത്ത വന്നാൽ ഒരു പക്ഷെ അങ്ങോട്ടേ പോയേക്കാം. രാഷ്ട്രീയ പാർട്ടികൾക്ക് പുതിയ വർത്തമാനങ്ങൾ കിട്ടിയാൽ അവരും അങ്ങ് പോയേക്കാം. ഇവിടുത്തെ നിയമപ്രക്രിയകൾക്ക് ഒരുപാട് താമസമുണ്ട്. എത്ര കൊലപാതകങ്ങൾ എന്തായിരുന്നു നിങ്ങൾ ആലോചിച്ച് നോക്കുക. എത്രമേൽ ഭീകരമായ കൊലപാതകങ്ങൾ, എത്ര പേരുണ്ട് തടവുകാർ, ശിക്ഷിക്കപ്പെടുന്നവർ എത്ര പേരുണ്ട്? ആരെയാണ് യഥാർത്ഥത്തിൽ ശിക്ഷിക്കുന്നത്? ആരെയാണ് യഥാർത്ഥത്തിൽ ശിക്ഷിക്കേണ്ടത്? ഇപ്പോ ചന്ദ്രശേഖരന്റെ വധം വന്നപ്പോ എന്താ ഉണ്ടായത്? കൊത്താൻ ഉപയോഗിച്ച ആയുധം പിടിച്ചു, കത്തി പിടിച്ചു, വെട്ടിയ വാള് പിടിച്ചു, ആയുധങ്ങൾ, ഉപകരണങ്ങൾ പിടിച്ചു എന്നാണ്. രണ്ടാമത് പിടിക്കുന്നവരെ കുറിച്ച് പറയുന്നത് പ്രതിയെ പിടിച്ചു എന്നാണ്. അല്ല, അവിടെയല്ല പ്രതികളുള്ളത്. വെട്ടാൻ ഉപയോഗിച്ച വാള് പോലെ തന്നെ വെറും ഉപകരണം മാത്രമാണ് വെട്ടുന്ന ഇന്നത്തെ കൊലയാളികളും. എന്നാൽ കൊന്നവൻ എന്ന് പറയുന്നത് പാർട്ടി ആഫീസിൽ വെച്ചോ മറ്റെവിടെയെങ്കിലോ വെച്ചോ ഈ രണ്ടായുധങ്ങളും പറഞ്ഞുവിടുന്ന യഥാർത്ഥ കൊലയാളിയാണ്. അവർ പക്ഷേ താമസിക്കുന്നത് പലപ്പോഴും നിയമസഭക്കകത്താണ്. അവർ പലപ്പോഴും താമസിക്കുന്നത് രാജ്യത്തിലെ നിയമത്തിന്റെയും വ്യവസ്ഥയുടെയും മുകളിലാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെയും നിയമസഭക്കകത്തായാലും പുറത്തായാലുമുള്ള കൊലയാളികളെയും കൊണ്ടുവരാതെ, പിടിക്കാതെ രാജ്യത്തിലെ ഏതു കൊലയാണ് അവസാനിക്കുക? ഒരുപക്ഷെ ചന്ദ്രശേഖരന് ശേഷം സമീപകാലത്ത് കൊലപാതകം നടന്നില്ല എന്ന് വരാം. യഥാർത്ഥത്തിൽ ഇവിടെ പിടിക്കപ്പെട്ടു എന്ന് പോലീസ് ഇപ്പോഴും പറയുന്നത് പ്രതികളെയല്ല, ടൂളിനെയാണ്, ഉപകരണങ്ങളെയാണ്.
പിടിക്കേണ്ടത് യഥാർത്ഥ പ്രതികൾ ആരാണോ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തവർ തന്നെയാണ്. പകൽ പോലെ വ്യക്തമാണ് ആരാണെന്ന്. അതിന് തുടർന്നിട്ടുള്ള ഓരോ പത്രസമ്മേളനങ്ങൾ മാത്രം വിലയിരുത്തിയാൽ, ഓരോ സ്റ്റേറ്റ്മെന്റുകൾ മാത്രം വിലയിരുത്തിയാൽ അവസാനം മണി എന്ന് പറയുന്ന ഇടുക്കിയിലെ, നേരത്തെ ബഹുമാന്യനായ തങ്ങൾ പറഞ്ഞുള്ള മണ്ടശിരോമണി എന്നല്ല, മാത്രമല്ല ഗുണ്ടശിരോമണിയായിട്ടുള്ള ഇവരെ പോലെയുള്ള ഫ്രോഡുകളെ, അവരെയാണ് രാഷ്ട്രീയത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇത്തരം മണ്ടശിരോമണികൾ ഒരുപക്ഷെ നേരത്തെ ഞാൻ സുരേന്ദ്രനോട് പറയായിരുന്നു. സുരേന്ദ്രന്റെ ഭാര്യ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഞാൻ വിശ്വാസിയാണ്, അതുകൊണ്ട് ഞാൻ വിചാരിക്കുകയാണ് ഒരുപക്ഷെ മണിയുടെ അകത്തിരുന്ന് അള്ളാഹു പറയിപ്പിച്ചതാണ്. അപ്പൊ ബഹുമാന്യനായ സുരേന്ദ്രന്റെ ഭാര്യയും പറഞ്ഞത്ര ഇന്നലെ ചന്ദ്രശേഖരന്റെ ആത്മാവ് പറയിപ്പിക്കുകയാണ് മണിയെ കൊണ്ട് എന്നാണ്. ഇങ്ങനെ പല മണിമൊഴികളും വരാനുണ്ട്, രാജ്യത്ത് വരാനുണ്ട്. ഞാൻ പറയുന്നത് പിടിക്കേണ്ടത് ആരെയാണ്? ഇപ്പോ കണ്ണൂരിൽ എനിക്ക് കണ്ണൂരിലെ ഒരു MLA എന്നുള്ള നിലയ്ക്ക് എനിക്കിപ്പോഴും അറിയാം. ഇവിടെ ഞങ്ങൾ വളരെ താല്പര്യത്തോടു കൂടി ഗവൺമെന്റിനോട് പറയുന്നത്, ഞങ്ങൾക്ക് പൊതുപ്രവർത്തനം നടത്തണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ എത്ര കാലമാണ് പോലീസ് ആളുകളുടെ ജീവന് കാവലിരിക്കുക? എത്ര കാലം? ചന്ദ്രശേഖരനെ പോലെ ജീവനും മറ്റൊന്നിനും ഭയമില്ലാത്ത ധീരന്മാർ എത്ര പേരുണ്ടാവും രാജ്യത്ത്? എത്ര പേർക്ക് കഴിയും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക? ഇന്നലെയാണ് കോഴിക്കോടങ്ങാടിയിൽ എളമരം കരീമിന്റെ പ്രസംഗം ഉണ്ടായത്. എന്താണ്? ഡിവൈഎസ്പി സന്തോഷ് കുമാര, നിന്റെ മക്കൾ കോളേജിൽ പഠിക്കുന്നില്ലേ? കുറെ ആളുകൾ ഇറങ്ങി പുറപ്പെടുക. ഇവരാരാണ്? സഖാവ് പിണറായി വിജയനെ പോലുള്ള ആളുകൾ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തുക. കണ്ണൂർ ജില്ലയിൽ എനിക്കറിയാം കൊലയാളികൾ ഇപ്പോഴും കണ്ണൂരിന്റെ ഗ്രാമാന്തരങ്ങളിൽ ജീവിക്കുന്നു. എത്രയോ ആന്റണിയുടെ പോലീസ് ഒരു കാലത്ത് കണ്ണൂരിൽ നിന്ന് നിറങ്ങി വേട്ടയാടിയപ്പോഴാണ് പാനൂർ അടക്കമുള്ള പ്രദേശം ഇത്തിരി ശാന്തമായത്. എന്തായിരുന്നു സംഭവം എന്നറിയാം? കാക്കശാജി എന്നൊക്കെ പറയുന്ന കൊലയാളികൾ മരത്തിന്റെ മുകളിൽ കാക്ക കിടക്കുന്ന പോലെയാണ് കാക്ക ഇരിക്കുന്ന പോലെ ഇരിക്കുക. മരത്തിന്റെ മുകളിലേ ഇയാൾ താമസിക്കൂ. അങ്ങനെയാണ് ഇയാൾക്ക് പേര് തന്നെ അങ്ങനെ വന്നത്, കാക്ക എന്ന പേര് വന്നത്. കൊമ്പിൽ ഇങ്ങനെ കാലു പണച്ചിട്ട് തല കീഴ്പോട്ടാക്കി വവ്വാലി കിടക്കുന്ന പോലെ കിടന്നിട്ടാണ് ഇയാൾ സുഖമായിട്ട് ഉറങ്ങുക. ഒരു മനുഷ്യനാണ് ഇത്? മനുഷ്യനാണോ? മനുഷ്യനെന്ന് പറയുന്നത് ജന്തുസഹജമായ രൂപഭാവങ്ങൾ ഉണ്ടായാൽ മാത്രം പോരല്ലോ, അതിന്റെ കോലുണ്ടായാൽ പോരല്ലോ. ിലേക്ക് ജന്തു കുടുംബങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ യഥാർത്ഥ കൊലയാളികൾ എപ്പോഴും പുറത്താണ്, ആസൂത്രകർ എപ്പോഴും പുറത്താണ്. ഇതെത്ര കാലമായി കണ്ണൂരിൽ തുടരുന്നു? എത്ര ഭരണകൂടങ്ങൾ മാറി മാറി വന്നു? പൊതുപ്രവർത്തനം അസാധ്യമാകുന്ന വണ്ണം, പൊതുപ്രവർത്തനം ഒരു നിർഭയം നടത്താൻ കഴിയാത്ത വണ്ണം, രാഷ്ട്രീയ പ്രവർത്തകന്മാർക്ക് സത്യം വിളിച്ചു പറയാനുള്ള ആർജവമില്ലാത്ത വണ്ണം എല്ലാവരെയും ഭീഷണിപ്പെടുത്തി നിർത്തുക, ഭയപ്പെടുത്തുക, അധികാരം കയ്യിൽ വരുമെന്ന രൂപത്തിൽ അവരെ പേടിപ്പിക്കുക. ഇത് തന്നെയാണ് രാജ്യത്ത്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ തലച്ചോറായി കേരളം മുഴുക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറ്റപ്പെടേണ്ടതുണ്ട്, കഴിയേണ്ടതുണ്ട്. എന്നിട്ടോ കൊന്നുകഴിഞ്ഞാൽ പഴയ ഹിന്ദി സിനിമയിലെ KN സിംഗിനെ പോലെ കുറെ നേതാക്കന്മാരുണ്ട് CPM-ന്. കൊന്നുകഴിഞ്ഞാൽ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഈ കൊലയുടെ ചോരയും കത്തിയും തന്റെ കൈവെള്ളയിൽ വെച്ചുകൊണ്ട് മനോഹരമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. എളമരം കരീമിന്റെ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. അതല്ലെങ്കിൽ പിണറായി വിജയന്റെ ബോഡി ലാംഗ്വേജ്, ജയരാജന്മാരുടെ ബോഡി ലാംഗ്വേജ് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്ക്. എന്തൊരു ചിരിയാണ്! എളമരം കരീമൊക്കെ ഈ കൊലക്ക് തൊട്ടുപിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തിയത് വ്യവസായ മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിന് വല്ല പ്രൊജക്ടും കൊണ്ടുവരുമ്പോൾ കാണുന്ന സന്ദേശം പോലെയാണ്. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു ഡിപ്ലോമാറ്റിക് മുതലാളി, ഒരു ബൂർഷ്വയായി അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ്. പിണറായിയോ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുക. ഈ അടുത്ത നമുക്കറിയാം, പറഞ്ഞ ഓരോ വാചകങ്ങൾ ആവർത്തിക്കേണ്ടി വരികയാണ്. എന്താണ്? ഒരു നികൃഷ്ടജീവി എന്ന് വിളിച്ചു പിണറായി വിജയൻ, ഒരു പള്ളിയിലച്ഛനെ, നികൃഷ്ടജീവി, ഒരു ബിഷപ്പിനെ. അത് കഴിഞ്ഞപ്പോ കോഴിക്കോടാണ് ഒരു മുതിർന്ന പത്രപ്രവർത്തകരെ വിളിച്ചിട്ട് പറഞ്ഞു, എടോ ഗോപാലകൃഷ്ണ, കത്തി കണ്ടിട്ടുണ്ടോ? കത്തിയെക്കുറിച്ച് അറിയോ? പേടിപ്പിക്കുകയാണ് ആര്? പിണറായി വിജയൻ. പിന്നെയോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, എടോ രാധാകൃഷ്ണ, ഡിവൈഎസ്പിയെ, എടോ സന്തോഷ് കുമാര. ഇയാൾ ആര്? ഈ പിണറായി വിജയൻ ആര്? ഇയാൾ CPM-ന്റെ സെക്രട്ടറിയാണ്. അയാൾ ഒരു പഞ്ചായത്ത് മെമ്പർ പോലുമല്ല വർത്തമാന കേരളത്തിൽ. ഞാൻ അയാളെക്കാൾ ഡെസിഗ്നേറ്റഡ് ആണ്, ഞാൻ ഒരു MLA ആണ്. ഇയാൾ ആരാണ്? ഇയാൾ വലിയ തമ്പുരാനാണെങ്കിൽ CPM-ന്റെ സെക്രട്ടറിയാണ്. അത് CPM-കാരോട് കാണിച്ചാൽ മതി, നാട്ടുകാരുടെ പെരടിക്കുകാരിട്ടല്ല പിണറായി ഗുണ്ടായിസം കാണിക്കേണ്ടത്. ഇയാൾ ആരാണ്? എല്ലാവരെയും വെല്ലുവിളിക്കാൻ കേരളം എന്ന് പറയുന്ന സാമ്രാജ്യത്തിലെ സുൽത്താനാണോ സഖാവ് പിണറായി വിജയൻ? ഇയാളുടെ ബോഡി ലാംഗ്വേജ്, ഇയാളുടെ രീതി. ഒരു കാര്യം പലപ്പോഴും സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, മുസോളിനിയെ ഓർമ്മയുണ്ടോ പിണറായിക്ക്? വലിയ ധിക്കാരിയായിരുന്നു ലോകത്ത്. ആ മുസോളിനി അവസാനം സ്വന്തം കാമുകിയുടെ കൂടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു, ജീവിക്കാൻ വയ്യാഞ്ഞിട്ട്. പിണറായി വിജയൻ നിരത്തിലിറങ്ങാൻ കഴിയാത്ത കാലത്തിലേക്ക് വരും അദ്ദേഹം ചെയ്ത പ്രവർത്തികൾ ജനങ്ങൾ അറിഞ്ഞാൽ. എന്നിട്ട് ഇന്നലെ നമ്മളുടെ എളമരം കരീമിന്റെ സ്റ്റേറ്റ്മെന്റ് ഇന്ന് പത്രത്തിൽ വായിച്ചപ്പോൾ ഞാൻ ചിരിച്ചുപോയി. അയാൾ പറയാണ്, അന്തേരി സുരയുടെ മകളുടെ രണ്ടാമത്തെ പോലുള്ള കല്യാണത്തിന് ഞങ്ങൾ പോകും. എന്നിട്ട് പറയാണ്, അന്തേരി സുര അറസ്റ്റ് ചെയ്യപ്പെട്ടത് ഒരു പൊളിറ്റിക്കൽ കേസിലാണ്. എന്താണ് ഈ എളമരം കരീം പറയണത്? അന്തേരി സുര എന്തിനാണ് ജയിലിൽ പോയതെന്ന് അറിയോ?
മൊയ്തു ഹാജി എന്ന് പറയുന്ന ഒരു വൃദ്ധൻ, 80 വയസ്സുകാരൻ, അദ്ദേഹത്തിന്റെ മകനുണ്ടായിരുന്ന ഒരു യൂത്ത് ലീഗ് അനുഭാവിയായിട്ടുള്ള യൂസഫ്. ആ യൂസഫിനെ കൊല്ലാൻ വേണ്ടി മൊയ്തു ഹാജിയുടെ വീടിന്റെ ഓട് ഇളക്കിയിട്ട് ഇറങ്ങുകയാണ്. യൂസഫ് കൊല്ലുമെന്ന് ഭീഷണി ഉള്ളത് കൊണ്ട് നേരത്തെ വീട്ടിലില്ല. ഈ വൃദ്ധൻ, ആ സ്ത്രീകൾ വൃദ്ധന്റെ കഴുത്തിൽ ആദ്യത്തെ വെട്ടുപെട്ടുമ്പോ ആ സ്ത്രീകൾ പറയാൻ, നിങ്ങളെല്ലാം കൊണ്ടുപോയിക്കോ, പൊന്നെടുത്തോ പണമെടുത്തോ, ഇതാ താക്കോൽ, എല്ലാം കൊണ്ടുപോയിക്കോ, ഞങ്ങളുടെ ഉപ്പാപ്പയെ വിട്ടേക്ക്. 80 വയസ്സുള്ള ആ മനുഷ്യനെ വെട്ടിക്കൊന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വെറ്റില മുറുക്കുന്ന ആ പാത്രത്തിൽ ഒരു വെറ്റിലയിട്ട് അടക്ക ചേർത്ത് എന്നിട്ട് അത് കുത്തി അദ്ദേഹം തിന്നിട്ടാണ് ആ വീട്ടിൽ നിന്ന് ഒരു കൊലയാളി ഇറങ്ങിപ്പോയത്. അത്ര ഭീകരനാണ് അന്തേരി സുര. ആ അന്തേരി സുരയുടെ 2ാമത്തെ മോളെ കല്യാണത്തിന് പോകുന്ന ഈ എളമരം കരീം പറയുന്നത്, ഞാൻ പറയുന്നത് കരീമേ, 2ാമത്തെ മോളെ കല്യാണത്തിന് പോണ്ട, 2ാമത്തെ മോളെ തന്റെ വീട്ടിലേക്ക് മോനെ കൊണ്ട് കെട്ടിച്ചു കൊണ്ടുവന്നോ, അതാ കുറച്ചുകൂടെ നല്ലത്. കാരണം കരീമിനെ പോലത്തെ വലിയ കൊമ്പം മുതലാളിമാർക്ക് ഇത്തരം ഗുണ്ടാ ബന്ധം നല്ലതാണ്. കാര്യം എന്താണ്? സമ്പാദിച്ച് അഴിമതി നടത്തി കൂട്ടിയ സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ സംരക്ഷിക്കണമെങ്കിൽ ഇത്തരം ഗുണ്ടകൾ കൂടെ നിൽക്കുന്നത് നല്ലതാണ്. എളമരം കരീമിനെ പോലെയുള്ളവർക്ക് രാജ്യത്തിലെ ജനാധിപത്യത്തെ വെല്ലുവിളിക്കുക, ജനങ്ങളെ വെല്ലുവിളിക്കുക, അതിന് ഓശാന പാടാൻ വേണ്ടിയിട്ട് കുറെ ആളുകളും നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ CPM-കാരന്റെ ചെരുപ്പ് നക്കിയ വെള്ളം കുടിക്കുന്ന ഉളുപ്പില്ലാത്ത കുറെ സാംസ്കാരിക നായകന്മാരെന്ന് പറയുന്ന കുറെ ആളുകളും നട്ടലില്ലാത്തവർ. ഇന്ന് ONV കുറിപ്പ് പറയാണ്ട്, ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പം വിമർശിച്ചോളും. ഇയാൾ വിമർശിച്ച രാജ്യങ്ങൾ അറിയുമല്ലോ. സഖാ ONV, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ CPM ഒരുപക്ഷെ നിങ്ങൾക്ക് പല ഫേവറും ചെയ്തിട്ടുണ്ടാവാം, എന്നാലും നിങ്ങൾ കവിതയിൽ പറയുന്ന മനുഷ്യത്വത്തിന്റെ ഒരു നേരിയ അംശം ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ജനങ്ങൾ ധരിച്ചു പോയത് കൊണ്ട് പറഞ്ഞതാണ്, അങ്ങനെ വിമർശിച്ചതാണ്. മുകുന്ദനെ പോലെയുള്ള ചെരുപ്പ് നക്കികൾ, ഇത്തരം സാംസ്കാരിക നായകന്മാരെ തിരിച്ചറിയാൻ കൂടെ ഈ സമൂഹത്തിന് കഴിയണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്തൊക്കെ എന്നിട്ട് പിണറായി അണികളെ പ്രകോപിപ്പിക്കുകയാണ്. എന്താ പ്രകോപിപ്പിക്കുന്നത്? നിങ്ങൾ തീപ്പന്തമാവണം. ആര് അണികളാവണം? മൂപ്പരാവൂല. മൂപ്പര് മുതലാളിമാരെ വീട്ടിൽ കിടന്നുറങ്ങല്ലേ? തീപ്പന്തം ആരാവണം? അണികളാവണം. അങ്ങ് കൂത്തുപറമ്പിലെ 5 രക്തസാക്ഷികൾ തീപ്പന്തമായിരുന്നു പിണറായി. ജീവിച്ചിരിക്കുന്ന പുഷ്പന്റെ അമ്മ പറഞ്ഞെന്താണെന്നറിയോ? എന്റെ മകന്റെ ഒരു നരങ്ങൾ കേൾക്കുമ്പോ ഓടിച്ചെന്നാൽ ഒരുപക്ഷെ ഈച്ച ഇരിക്കുന്നുണ്ടാവും മൂക്കിന്റെ മുകളിൽ, തട്ടാൻ വയ്യ, അവന്റെ കൈ പൊന്തൂല. ജീവിച്ചിരിക്കുന്ന കൂത്തുപറമ്പിലെ രക്തസാക്ഷിയാണ് പുഷ്പൻ. ആ പുഷ്പൻ ഒരു തീപ്പന്തമായിരുന്നു. ആ പുഷ്പന്റെ കൈ പൊന്തൂല. ഞാൻ നിയമസഭയിൽ പറഞ്ഞു, കൈ പൊങ്ങാതിരിക്കുന്നത് ഭാഗ്യല്ലേ പിണറായി? കൈ എങ്ങാനും പൊന്തിയാൽ ആദ്യത്തെ അടി പിണറായിന്റെ ചെവിക്കുട്ടിട്ടായിരിക്കും, അല്ലേ? അതിനുശേഷല്ലേ സ്വാശ്രയ സ്ഥാപനങ്ങൾ കേരളക്കരയിൽ മുഴുവൻ ഇയാൾ കൊണ്ടുവന്നത്? ആരാ തീപ്പന്തമാവേണ്ടത്? നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ ആരെയാണ് ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി, എന്തെല്ലാം സംഘടനകൾ, എന്തെല്ലാം പേരിൽ ഞാനതാ പറഞ്ഞത്, 65 കൊല്ലം കൊണ്ട് ജനാധിപത്യം പഠിച്ചിട്ടില്ല. LTT എന്ന് പറയുന്ന ഒരു സംഘടന, പിന്നെന്താ റെഡ് ഫോഴ്സ് എന്ന് പറയുന്ന സംഘടന, അതുപോലെ തന്നെ കില്ലർ സ്ക്വാഡ് എന്ന് പറയുന്ന സംഘടന. ഞാൻ വിദേശയാത്ര കഴിഞ്ഞ് ഇന്നലെ വന്നത്, അവിടെ ചെന്നപ്പോ ഒരു ലീഗ് അനുഭാവമുള്ള ഒരു മുതലാളി, ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾ ഈ പലപ്പോഴും പിണറായിയും കൊടിയിലൊക്കെ തിരിഞ്ഞളിക്കുന്നത് എനിക്കറിയാം, ഇയാളുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിച്ചു, നിങ്ങളെപ്പോലുള്ള ആളുകളല്ലേ ഇത്തരം ഈ അപകടകാരികളെ വളർത്തുന്നത്? അയാൾ എന്നോട് പറഞ്ഞു, ഷാജി നിങ്ങൾക്ക് അതൊക്കെ പറയാം, നിങ്ങൾ ലീഗുകാരുടെ കൂടെ വന്നിട്ട് എന്ത് കിട്ടാനാണ്? ഞങ്ങൾ മുതലാളിമാരാണ്, ഞങ്ങൾക്ക് വല്ല കുഴപ്പവും പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഒരുത്തനെ അടിക്കാനും കൊല്ലാനും വേണമെങ്കിൽ അതിന്റെ ആള് CPM-ലെ ഉള്ളതാണ്, അവരെ കിട്ടുന്നതാണ്. ഇവിടുത്തെ മുതലാളിമാർക്കും ഗുണ്ടകൾക്കും മാഫിയകൾക്കും അവരുടെ സ്വത്തും കുടുംബവും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസിയായി CPM മാറുകയാണ്. CPM എല്ലാ കൊലപാതകങ്ങളെ പോലെയും ഇത് നിസ്സാരമായി തീരുമെന്ന് വിചാരിക്കണ്ട. ചന്ദ്രശേഖരന്റെ വധം അങ്ങനെ തീരുമെന്ന് വിചാരിക്കണ്ട. ഫസലിന്റെ വധം അങ്ങനെ തീരുമെന്ന് വിചാരിക്കണ്ട. ഷുക്കൂറിന്റെ കൊലപാതകം അങ്ങനെ തീരുമെന്ന് വിചാരിക്കണ്ട. ഇത് തുടക്കമാണ്. നിങ്ങളുടെ നന്ദിഗ്രാമിലെ വെടിവെപ്പാണ് ബംഗാളിൽ നിങ്ങളുടെ വേര് പിഴുതതെങ്കിൽ ഈ 3 കൊലപാതകങ്ങൾ കേരളത്തിലെ CPM-ന്റെ അടിവേര് മാന്തുന്ന ചരിത്രമായിരിക്കും സംഭവിക്കാൻ പോവുക. ഈ പോക്ക് പോയാൽ CPM-ന്റെ അവസാനത്തെ സെക്രട്ടറി ആയിരിക്കും സഖാവ് പിണറായി വിജയൻ എന്ന് അവരെ മനസ്സിലാക്കിക്കോ. എന്നിട്ട് രാജ്യത്തെല്ലാവരും വെല്ലുവിളിക്കുക, മീഡിയക്കെതിരെ കുറയ്ക്കുക. ഇവിടെ രാഷ്ട്രീയക്കാർക്ക് ഒരു രീതിയുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റ് ഭയങ്കര സംഭവമാണ്, ഫോർത്ത് എസ്റ്റേറ്റ് ഭയങ്കര ഉഷാറാണ്. എന്തിന്? വെറുതെ പൊക്കി പ്രസംഗിക്കാണ്. അവനാന്റെ കാര്യം വരുമ്പോൾ മീഡിയകൾക്കെതിരെ കുറച്ചു തുള്ളും. മീഡിയകൾ ചെയ്യുന്ന തെറ്റെന്താണ്? ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ മുഴുവൻ മീഡിയകളും ഒരു മാനേജ്മെന്റ് നടത്തുന്നതല്ല. വിവിധ മാനേജ്മെന്റുകൾ, വിവിധ താല്പര്യങ്ങൾ, വിവിധ വീക്ഷണങ്ങൾ. ആ മീഡിയകൾക്ക് മുഴുവൻ ഒരു സ്വരമാകുന്നുവെങ്കിൽ അത് രാജ്യത്തിലെ ഫോർത്ത് എസ്റ്റേറ്റ് അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു എന്ന അർത്ഥം. മീഡിയകളെ എങ്ങനെ മാറ്റാനാവും? മീഡിയകളല്ല മാറേണ്ടത്, രഹസ്യ സ്വഭാവങ്ങൾ സൂക്ഷിക്കുന്ന രാഷ്ട്രീയക്കാരാണ്. മീഡിയകൾ മനുഷ്യന്റെ ജീവിതത്തെ സുതാര്യമാക്കുന്നു, അവന്റെ ജീവിതത്തിൽ ഇടപെടുന്നു. ഇവിടെ സുതാര്യമായി ജീവിക്കാൻ നട്ടലില്ലാത്ത രാഷ്ട്രീയക്കാർ, സുതാര്യമായി പ്രവർത്തിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ പാർട്ടികൾ, അവരാണ് പിരിച്ചുവിടപ്പെടേണ്ടവരും പിരിഞ്ഞു പോകേണ്ടവരും, മീഡിയകളല്ല. അതിന് കഴിയുന്ന സംവിധാനമാണ് രാജ്യത്ത് വരേണ്ടത്. അവർക്കെതിരെ കുറച്ചിട്ടെന്ത് കാര്യം?
അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് കഴിയുമ്പോൾ അറബ് വസന്തം നമ്മൾ പറയുന്നു. ലോകത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കിയിരിക്കുന്നു അറബ് വസന്തം, വലിയ വിപ്ലവങ്ങൾ. ആരാ തുടക്കം? കുറച്ചു ചെറുപ്പക്കാർ സോഷ്യൽ മീഡിയകളെ ഉപയോഗിച്ചതാണ്. ജനങ്ങൾ നിരന്തരം ഇടപെടുന്നു. ഞാൻ ഗൾഫിൽ ഇരുന്നപ്പോ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോ അതിനകത്തൊരു കമന്റ് വന്നു, പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റ് വന്നു, നിങ്ങൾ തീപ്പന്തമാവണം. അത് ഞാൻ തുറന്നപ്പോ പെട്ടെന്ന് തന്നെ അതിലേക്ക് അടുത്ത കമന്റ് വരികയാണ്, തീപ്പന്തം കുറച്ചു കഴിഞ്ഞാൽ കരിക്കട്ടയുമാകും. കുട്ടികൾ ഇടപെടുന്നു. കുട്ടികൾ നിമിഷം പ്രതി നേതാക്കന്മാരുടെ സ്വഭാവത്തോട്, അവരുടെ ഇടപെടലുകളോട്. സുതാര്യമാണ് ലോകം. ആ ലോകം സുതാര്യമായതിന് ലോകത്തെ തെറി വിളിച്ചിട്ട് കാര്യമില്ല. അറബ് വസന്തം ലോകത്തിലുണ്ടായത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ടാണ്. ഒരു കാര്യം നേതാക്കന്മാർ തിരിച്ചറിയേണ്ടത്, കടൽ കിഴവന്മാരെ പോലെ, പിണറായിയെ പോലെയുള്ള കടൽ കിഴവന്മാരെ രാജ്യം വലിച്ചെറിയുന്ന സുതാര്യതയിലേക്കാണ് കാര്യങ്ങളെ മീഡിയകളായാലും മറ്റുള്ളവരായാലും കൊണ്ടുപോകുന്നത്. ഞാൻ ദീർഘമായി വിശദീകരിച്ചു പറയാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയ പ്രവർത്തകർ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം ചന്ദ്രശേഖരനിലുണ്ട്. പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകൾ പഠിക്കണം ചന്ദ്രശേഖരനെ. ചന്ദ്രശേഖരൻ എനിക്ക് നേരത്തെ അറിയാം, ഒരുപാട് നേരത്തെ അറിയാം. അദ്ദേഹം ഡിവൈഎഫ്ഐയുടെ നേതാവ് എന്ന നിലക്ക് MSF-ൽ പ്രവർത്തിക്കുന്ന സമയം മുതൽ പലപ്പോഴും പല സെമിനാറുകളിലും അദ്ദേഹവുമായി ഇടപെട്ടിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുമായി വലിയ ആശയ വ്യതിയാനം സംഭവിച്ചപ്പോ മുസ്ലിം യൂത്ത് ലീഗുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരുപക്ഷെ സജീവമായി നിങ്ങളുടെ പരിപാടികളിൽ ബന്ധപ്പെട്ടാൽ അത് തെറ്റിദ്ധരിക്കപ്പെടുമോ, എനിക്ക് ഭയമുണ്ട്. മുസ്ലിം ലീഗിന്റെ ജനാധിപത്യ രീതിയെ, ജനാധിപത്യ സംവിധാനങ്ങളെ, നിങ്ങൾ രാജ്യത്ത് ടെററിസ്റ്റുകൾക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പോരാട്ടങ്ങളെ ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ എന്നെ സംശയിക്കാൻ ഇടവരുന്ന ഒന്നിലും വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആൾ എന്ന നിലക്ക് എനിക്ക് വന്നുകൂടാ എന്നതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം യൂത്ത് ലീഗ് അടക്കം വിളിച്ച സെമിനാറുകളോട് സ്വതന്ത്ര അഭിപ്രായം പറയാൻ പോലും വന്നില്ല. അത്ര സൂക്ഷ്മതയോടുകൂടി ജീവിച്ച ഒരു കമ്മ്യൂണിസ്റ്റ്. അവസാന നാളുകളിൽ അദ്ദേഹത്തിന് പോലീസിൽ പറഞ്ഞു, പ്രൊട്ടക്ഷൻ വേണം, പ്രൊട്ടക്ഷൻ ഉണ്ട്, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്ക് അപകടമുണ്ട്, അതുകൊണ്ട് പോലീസ് പ്രൊട്ടക്ഷൻ തരാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? ഞാൻ പ്രൊട്ടക്ഷനോട് വാങ്ങി നടന്നാൽ പിന്നെ എന്റെ ബാക്കിയുള്ള പ്രവർത്തകരുടെ ജീവന്റെ വില എന്താണ്? അവർ ഭയപ്പെടില്ലേ? അതിനകം തന്നെ ഒഞ്ചിയത്ത് ഒരുപാട് പേർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. അവർക്കില്ലാത്ത പ്രൊട്ടക്ഷൻ, അവർക്കില്ലാത്ത സംരക്ഷണം ഞാൻ എന്തിനു വാങ്ങണം എന്ന് മാത്രമല്ല, ചന്ദ്രശേഖർ അവസാനത്തെ നാളുകളായപ്പോ തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു, ബൈക്കിൽ കയറരുത്, എന്റെ കൂടെ വരരുത്. പലരും തെറ്റിദ്ധരിച്ചു, എന്താണ് ഇയാൾ ഒരു അഹങ്കാരത്തോടു കൂടി പറയുന്നതാണോ? ചന്ദ്രശേഖർ പറഞ്ഞു, അല്ല, ഏത് നിമിഷമാണ് ഞാൻ വെട്ടപ്പെടുക എന്നറിയില്ല, ഏതു നിമിഷമാണ് ഞാൻ കൊല്ലപ്പെടുക എന്നറിയില്ല. എന്റെ കൂടെ ഒരു സാക്ഷി അവർ ബാക്കി വെക്കില്ലല്ലോ, എന്തിനാണ് നിങ്ങളുടെ ജീവൻ കളയുന്നത്? എന്റെ കൂടെ വരേണ്ട. രാജ്യം മനസ്സിലാക്കേണ്ടുന്ന രണ്ട് മുഖങ്ങളാണ്, ഒന്ന് ചന്ദ്രശേഖരന്റെതും മറ്റൊന്ന് പിണറായിയുടേതും. തന്റെ കയ്യിൽ വെടിയുണ്ട കൊണ്ടു നടക്കുന്ന പിണറായി വിജയൻ മാത്രമല്ല, കോഴിക്കോട്ടെ ഹിസ്റ്ററി എക്സിബിഷൻ ഉണ്ടായിരുന്നു. മാർക്സിസ്റ്റ് പാർട്ടി കോൺഗ്രസിനോടനുബന്ധമായ ചരിത്ര സമ്മേളനം. ആ ചരിത്ര പ്രദർശനം, അതിനകത്ത് സഖാവ് പിണറായി വിജയനും ഭാര്യ കമലയും കുട്ടികളൊക്കെ ഇങ്ങനെ പോവുകയാണ്. പേരക്കുട്ടി പിണറായി വിജയന്റെ തോളിലിങ്ങനെ കിടക്കുകയാണ്. പെട്ടെന്ന് കുട്ടി വല്ലാതെ കരയാൻ തുടങ്ങി. ആളുകൾ ഇങ്ങനെ അപ്പുറത്തും വെള്ളമൊക്കെ കൊണ്ടുവന്ന് സിൽവർ എന്താണ് മുതലാളിന്റെ പേരക്കുട്ടി കരയാണ്, അപ്പൊ വെള്ളം കൊടുക്കണല്ലോ. പാഞ്ഞ് അവിടുന്ന് സാധനം കൊണ്ടുവന്ന് കൊടുക്കാൻ നോക്കും. പിണറായി പറഞ്ഞു, അതുകൊണ്ടൊന്നുമല്ല, അവന് ചൂട് ശീലല്ല, AC മാത്രമേ പറ്റൂ. ആരുടെ? പിണറായിയുടെ പേരക്കുട്ടിക്ക് AC മാത്രമേ ശീലുള്ളൂ. മാർക്സിസ്റ്റ് പാർട്ടിയുടെ MLA-മാര് അവിടെ ചന്ദ്രശേഖരന്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോ ചന്ദ്രശേഖരന്റെ ഭാര്യയും മക്കളും പറഞ്ഞു, പടി കടക്കരുത്. അവരെല്ലാ സഖാക്കളുടെ വീട്ടിൽ പോയി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഒരു സഖാബിന്റെ രോദനം കൈരളി കാണിക്കുന്നുണ്ട്. പൊട്ടിക്കരയാണ് സഖാബ്. എന്നിട്ട് പറയാണ്, എന്റെ വീട് തകർത്തു കളഞ്ഞു, എന്റെ രണ്ടാമത്തെ നിലയിലെ AC പറ്റ നശിപ്പിച്ചളഞ്ഞു. സഖാവാണ്, വമ്പിച്ച സഖാവാണ്. രണ്ടാമത്തെ നിലയിലെ AC പോയതാണ് അയാളുടെ സങ്കടം. ഇവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ നിൽക്കുന്നത്. വർത്തമാന കേരളത്തിൽ വാങ്ങിക്കൂട്ടിയ ഒരുപാട് സ്വത്തുക്കളുണ്ട്, കണക്ക് പറയണം. ഇവിടെ ഒരു കേസ് എന്ന നിലക്ക് ചന്ദ്രശേഖരന്റെ കേസെടുത്ത് അവസാനിപ്പിക്കാൻ പാടില്ല ഗവൺമെന്റ്. ഷുക്കൂർ വധം മുതൽ, അതല്ലെങ്കിൽ ഫസൽ വധം മുതൽ, കേരളത്തിലെ മണിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ മുഴുവൻ കേസുകളും, അതിലേത് രാഷ്ട്രീയ പാർട്ടി കക്ഷിയായാലും, കേരളത്തിലെ മുഴുവൻ കൊലപാതകങ്ങളും രാഷ്ട്രീയ കൊലപാതകങ്ങളെ കുറിച്ചും കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെട്ട് അന്വേഷണം നടത്തുകയാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യം. അത് ചെയ്യണം. അതൊരു കേസ് മാത്രമല്ല, ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നവരെ കൊണ്ടുവരണം. 65 കൊല്ലം കൊണ്ട് ജനാധിപത്യം പഠിക്കാത്ത കേരളത്തിലെ രാഷ്ട്രീയക്കാരെ ജനാധിപത്യം പഠിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടുക തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. അത് മാത്രമേ നിവൃത്തിയുള്ളൂ.
അല്ലാതെ ഇവിടെ വെച്ച് എന്താ കാര്യം എന്നറിയുമോ? ഇവിടെ ഷുക്കൂറിന്റെ വധവുമായി ബന്ധപ്പെട്ട് CBIയുടെ ആവശ്യം ഉന്നയിച്ചു. ഇവിടെ യൂത്ത് ലീഗ്, MSF, മുസ്ലിം ലീഗ് ഒക്കെ പറഞ്ഞു. പലരും ചോദിച്ചു, നിങ്ങൾ ഭരണത്തിലല്ലേ? എനിക്കറിയാം, കണ്ണൂർ ജില്ലയിൽ ഷുക്കൂറിന്റെ കേസ് കൈകാര്യം ചെയ്യാൻ പാർട്ടി ചുമതലപ്പെടുത്തിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് എനിക്കറിയാം പോലീസ് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. കേസ് മുന്നോട്ട് പോകും. കേസ് കുറെ കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മീഡിയ ശ്രദ്ധ പോകാം, രാഷ്ട്രീയ ശ്രദ്ധ പോകാം. അവസാനം കേസിന്റെ അവസാന ഘട്ടം എത്തുമ്പോ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സാക്ഷികൾ, അവിടുത്തെ ആളുകൾ സാക്ഷികൾ, അവരെ ഭീഷണിപ്പെടുത്തും. CPM ഭീഷണിപ്പെടുത്തും, കൃത്യമായി ഭീഷണിപ്പെടുത്തും. മകനെ കിട്ടിയില്ലെങ്കിൽ വാപ്പയെ കിട്ടിയില്ലെങ്കിൽ ഉമ്മയെ, അല്ലെങ്കിൽ ബന്ധുക്കളെ, ആരെയും വെച്ചേക്കില്ലെന്ന് പറയുന്നു. അവസാനം സാക്ഷികൾ കോടതിയുടെ മുമ്പിൽ പോയി അവന്റെ ജീവൻ രക്ഷിക്കാനോ അവന്റെ കുടുംബത്തെ രക്ഷിക്കാനോ അവൻ മൊഴിമാറ്റി പറയും. ഒരു കുഴപ്പവുമില്ലാതെ പ്രതികൾ പുറത്തു വരും. ഇത് കണ്ണൂർ ജില്ലയിൽ നിരന്തരമായി നടക്കുന്ന കലാപങ്ങളുടെ ക്ലൈമാക്സ് ഇങ്ങനെയാണ്. ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ സ്കോഡുകളും. നേരത്തെ എന്തായിരുന്നു നമ്മുടെ നാട്ടിലെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടകൾ തെരുവിലെ ഗുണ്ടകൾ, ഗ്രാമത്തിലെ ഗുണ്ടകൾ ഗ്രാമത്തിൽ, രാഷ്ട്രീയത്തിലെ തെമ്മാടികൾ രാഷ്ട്രീയത്തിൽ, അതുപോലെ പോലീസിലെ ഗുണ്ടകളും തെമ്മാടികളും അവിടെ, ബ്യൂറോക്രസിയിലെ ആളുകൾ, ജുഡീഷ്യറിയിലെ മോശപ്പെട്ടവർ, എല്ലാവരും അവിടെ നിന്നിട്ടായിരുന്നു കളി. പക്ഷെ ഇപ്പൊ അങ്ങനല്ല. രാഷ്ട്രീയത്തിൽ ആർക്കെങ്കിലും ഗുണ്ടക്ക് വേദനിച്ചാൽ തെരുവിലെ ഗുണ്ട വരും, തെരുവിലെ ഗുണ്ടക്ക് വേദനിച്ചാൽ പോലീസിലെ ഗുണ്ട വരും, പോലീസിലെ ഗുണ്ടക്ക് വേദനിച്ചാൽ ബ്യൂറോക്രസിയിലെ ഗുണ്ട വരും, ഇവർക്കൊക്കെ വേദനിച്ചാൽ ജുഡീഷ്യറിയിലെ ഗുണ്ടകൾ ഇവരെ സംരക്ഷിക്കാൻ വരും. എന്ന് വെച്ചാൽ രാജ്യത്തിലെ തെമ്മാടികളുടെയും ഗുണ്ടകളുടെയും ഒരു കൺസോർഷ്യം രൂപപ്പെട്ടു വന്നിരിക്കുന്നു. ഇതിനെതിരെയാണ് ജാഗ്രത പാലിക്കേണ്ടത്. ഇവിടെ അതിനെതിരായുള്ള ജനാധിപത്യ പോരാട്ടമാണ് ശക്തമാവേണ്ടത്. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, CPM-നകത്തുള്ള എല്ലാ പാർട്ടികൾക്കും അകത്തുള്ള മാനുഷികതയെ ഉയർത്തിപ്പിടിക്കുന്ന, ഇന്ത്യ എന്ന നാട് നിലനിൽക്കണമെന്ന് വിചാരിക്കുന്ന, രാഷ്ട്രീയത്തെ സക്രിയമാക്കേണ്ടുന്ന മുഴുവൻ ആളുകളും ഇതിൽ ഇടപെടണം. ഇവിടെ എന്താ ഇതിന്റെ ഇരുട്ടിന്റെ മറവിൽ വേറെ ചില പ്രവർത്തനം നടക്കുന്നു. ഇപ്പൊ വരുന്ന പോസ്റ്ററുകൾ എന്താണ്? ഒന്നാമത് ചന്ദ്രശേഖർ, എന്താണ് ഒന്നാമത്തെ ആൾ ഫസൽ, രണ്ടാമത്തെ ആൾ ഷുക്കൂർ, മൂന്നാമത്തെ ആൾ ചന്ദ്രശേഖർ. ഇനി ആര്? എന്നിട്ട് പറയുന്നു, ചെറുപ്പക്കാർ ഭയമില്ലാത്ത രാഷ്ട്രീയ പ്രവർത്തനത്തിന് SDPI-യിൽ ചേരണം. എവിടേക്കാ പോണത്? ഇത് ആശാസ്യമാണോ? ഇത് ഗുണകരമാണോ? ഇവിടുത്തെ രാഷ്ട്രീയ ബോധമുള്ളവർ ജാഗ്രതയോടെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ ലാഭം കൊയ്യാൻ പോകുന്നവർ രാജ്യത്തിലെ കലാപകാരികളാണ്, അരാഷ്ട്രീയവാദികളാണ്, നാടിനെ കുട്ടിച്ചോറാക്കാൻ വരുന്നവരാണ്. അതുകൊണ്ട് രാഷ്ട്രീയ ബോധമുള്ളവരുടെ കൂട്ടായ്മയെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ജനകീയമായ പോരാട്ടത്തിന് തുടക്കമാവട്ടെ ഈ ചർച്ചയെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, പ്രതീക്ഷിച്ചുകൊണ്ട്, ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. നന്ദി ചെയ്യുന്നു.